2020 ലോകകപ്പിലെ ഇന്ത്യ-USA മത്സരം 16-ാം ഓവർ. പ്രതിരോധത്തിലായ ഇന്ത്യൻ സംഘത്തിന് ജയിക്കാൻ വേണ്ടിയിരുന്നത് 35 റൺസ്. അമ്പയർ പോൾ റീഫൽ ഇന്ത്യക്ക് അനുകൂലമായി 5 റൺസ് നൽകുന്നു. അമേരിക്കയ്ക്ക് പിഴ ശിക്ഷ. ഇക്കാലം അത്രയും ക്രിക്കറ്റിൻ്റെ നിയമപുസ്തകത്തിലൊതുങ്ങിയ സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ആദ്യമായി നടപ്പായി. റൺ പെനാൽറ്റി ലഭിച്ച ആദ്യ ടീമായി മാറി USA. എന്താണ് സ്റ്റോപ്പ് ക്ലോക്ക് നിയമം? സമയക്രമം കർശനമായ ഏകദിന 2020 മത്സരങ്ങളിൽ ഓവറുകൾക്കിടയിലെ ഇടവേള നിയന്ത്രിക്കുന്നതിനായി ICC അവതരിപ്പിച്ച പുതിയ നിയമമാണ് സ്റ്റോപ്പ് ക്ലോക്ക്. 2023 ഡിസംബറിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ നിയമം 2020 ലോകകപ്പോടെ സ്ഥിരമായി. സംഗതി സിമ്പിളാണ്. ഒരു ഓവർ അവസാനിച്ച് 1 മിനിറ്റിനകം നിയമം പറയുന്ന പ്രകാരമാണെങ്കിൽ 60 സെക്കൻഡിനകം അടുത്ത ഓവർ തുടങ്ങിയിരിക്കണം. തെറ്റിക്കുന്ന ടീമിന് 2 തവണ മുന്നറിയിപ്പ് നൽകും. വീണ്ടും വൈകിയാൽ എപ്പോഴൊക്കെ വൈകുന്നോ അപ്പോഴൊക്കെ 5 റൺസ് വീതം പെനാൽറ്റി വിധിക്കും. അതായത് ഒരു കളിയിൽ തന്നെ പലതവണ പിഴ വിധിക്കാം. ബാറ്റിംഗ് ടീമിന് കളിക്കാതെ റൺസ് കൂടും. ഓവറിലെ അവസാന പന്തിൽ വിക്കറ്റ് വീഴുകയോ ഡ്രിങ്കിനായി പിരിയുകയോ താരങ്ങൾക്ക് പരുക്കുപറ്റി ചികിത്സ ആവശ്യമായി വരികയോ ചെയ്യുന്ന സാഹചര്യത്തിൽ സ്റ്റോപ്പ് ക്ലോക്ക് നിയമം ബാധകമല്ല. ഇന്ത്യക്കെതിരെ 2 തവണ USA ടീമിന് മുന്നറിയിപ്പ് നൽകിയ ശേഷമായിരുന്നു അമ്പയർ പോൾ റീഫൽ 5 റൺസ് പിഴ വിധിച്ചത്. റൺസ് കണ്ടെത്താൻ ബാറ്റർമാർ പാടുപെടുന്ന നാസ കൗണ്ടി സ്റ്റേഡിയം പോലുള്ള പിച്ചുകളിൽ ഈ 5 റൺസ് എത്രമാത്രം വിലപ്പെട്ടതാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ.